Welcome to BSc Complementary Electronics. We are seeing the chapter transducers. Today we discuss loudspeaker and flow meter. This is the 35th lecture for semester 4 BSc main physics students. Transducers. Today's topic is loudspeaker and flow meter, and with this we complete the chapter transducers. So two more transducers are discussed today. They are loudspeaker and flow meter. We can see what is loudspeaker. ഈ ലൗഡ് സ്പീക്കർ ഇറങ്ങുമ്പോഴേ നമ്മൾ ആ മൂവിക്ക് ഒരു മൈക്രോഫോൺ ഇല്ലേ അത് തന്നെ വരച്ചാൽ മതി, ആ പടം തന്നെ വരച്ചാൽ മതി. ഇതിൻ്റെ ചെറിയൊരു വ്യത്യാസമുണ്ട്, അതായത് രണ്ട് കോൺ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആ ഒരു വ്യത്യാസം, അത് ഹൈ ഫ്രീക്വൻസി ഡയഫ്രം, ലോ ഫ്രീക്വൻസി ഡയഫ്രം എന്ന് പറയുന്ന രണ്ട് കോണുകൾ. ബാക്കി സെയിം ഫിഗർ ആകട്ടോ, സെയിം ഫിഗർ. അത് ഇടത്തോട്ട് വരച്ചിരിക്കുന്നു, ഇത് വലത്തോട്ട് വരയ്ക്കുന്നു, അത്രയേ ഉള്ളൂ. ഈ മൂവിങ് കോയിൽ മൈക്രോഫോൺ വരച്ചു കഴിഞ്ഞാൽ ലൗഡ് സ്പീക്കർ വരയ്ക്കാനായിട്ട് ഒരു പ്രയാസവും ഇല്ല. അതേ പടം നമ്മൾ ആ ഇല്ലേ, ഈ പോലത്തെ അത് റൈറ്റിലേക്ക് വരച്ചാൽ, ലൗഡ് സ്പീക്കർ നമ്മൾ ലെഫ്റ്റിലേക്ക് വരച്ചാൽ കാണിച്ചത്, ഇത് റൈറ്റിലേക്ക് വരച്ച് കാണിക്കുക. ഇനി ആരെങ്കിലും ലെഫ്റ്റിലേക്ക് വരച്ചാലും തെറ്റൊന്നുമില്ല. പിന്നെ വ്യത്യാസമുള്ളത് ആ കോണിക്കൽ പാർട്ട് ഉണ്ടല്ലോ, കോണിക്കൽ പാർട്ട്. അപ്പം അതിനെ നമ്മൾ രണ്ടെണ്ണമായിട്ട് കാണിക്കും. ഈ ഹൈ ഫ്രീക്വൻസി സൗണ്ടിനും ലോ ഫ്രീക്വൻസി സൗണ്ടിനുമുള്ള രണ്ട് കോണുണ്ട്. ഇത്ര രണ്ട് കോൺ നമ്മൾ ലൗഡ് സ്പീക്കറിൽ കാണിക്കത്തില്ല, ബാക്കി എല്ലാം സെയിമാണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കിയേ. ഇതതിൻ്റെ പൊട്ടൻഷ്യൽ മാഗ്നറ്റാണ് ഈ പോലെ കാണിച്ചിരിക്കുന്നത്. പിന്നെ ആംപ്ലിഫയർ എന്ന് കൊടുക്കും. നമുക്ക് ഈ കറണ്ട് വന്നിട്ട് ഇത് സൗണ്ടാക്കി മാറ്റുന്നതാണല്ലോ. അപ്പോൾ സൗണ്ട് കോയിലാണ് കാണിച്ചിരിക്കുന്നത്. അത് ആ പെർമനൻറ്റ് മാഗ്നറ്റിൻ്റെ പിന്നെ നോർത്ത് പോളിന് ചുറ്റുമായിട്ട് വരും. അതിന് സ്പീച്ച് കോയിൽ എന്നാണ് വിളിക്കുന്നത്, സ്പീച്ച് കോയിൽ എന്ന് വിളിക്കും. പിന്നെ രണ്ട് കോൺ ഡയഫ്രം ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കോയിൽ കറണ്ട് വന്നിട്ട് അവിടെ ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ കോണുകൾ വൈബ്രേറ്റ് ചെയ്യും, ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യും, അങ്ങനെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം അതിൻ്റെ ആ കോൺ ചെന്ന് മുട്ടുന്ന, ഡയഫ്രത്തിൽ മുട്ടുന്ന സ്ഥലത്ത് ഒരു കവറിൽ മുട്ടുന്ന സ്ഥലത്ത് ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ട്, അതിന് ബാഫിൾസ് എന്ന് പറയും, ബാഫിൾസ്. അപ്പം ഇതാണ് ഡയഗ്രാം. പിന്നെ മൂവിങ് കോയിൽ മൈക്രോഫോണിൻ്റെ പടം വരച്ചിട്ട് ഇത് നോക്കിയാൽ രണ്ടും കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും ലൗഡ് സ്പീക്കർ എന്താണ്. ലൗഡ് സ്പീക്കർ എന്ന് പറഞ്ഞാൽ സൗണ്ട് ട്രാൻസ്ഡ്യൂസറാണ്. ഇലക്ട്രിസിറ്റിയെ സൗണ്ടാക്കി മാറ്റും, അല്ലെങ്കിൽ ഇലക്ട്രിക് ട്രാൻസ്ഡ്യൂസറാണ്, സൗണ്ടാക്കി മാറ്റുന്ന ഡിവൈസ്. അതിനെപ്പറ്റിയുള്ള ഒരു പാരഗ്രാഫ്, രണ്ട് പാരഗ്രാഫ് വായിക്കാം, മനസ്സിലാക്കാം. ലൗഡ് സ്പീക്കർ ഒറ്റ വാക്കലാണ് കേട്ടോ. ലൗഡ് സ്പീക്കർ രണ്ട് വാക്കല്ല, ഒറ്റ വാക്കായിട്ടാണ് എഴുതുന്നത്. ദ ലൗഡ് സ്പീക്കർ does just the opposite of what എ മൈക്രോഫോൺ ഡസ്. ഒരു മൈക്രോഫോൺ ചെയ്യുന്നതിന് എതിര് കാര്യങ്ങളാണ് ചെയ്യുന്നത്. മൈക്രോഫോണിനകത്ത് നമുക്ക് സൗണ്ടിനെ ഇലക്ട്രിസിറ്റി ആക്കി മാറ്റും, ഇവിടെ ഇലക്ട്രിക് എനർജി സൗണ്ടാക്കി മാറ്റും, അതാണ് കാര്യം. ഇറ്റ് ഈസ് എ ട്രാൻസ്ഡ്യൂസർ വിച്ച് കൺവേർട്സ് വേരിയിങ് കറണ്ട് ബാക്ക് ഇൻ ടു സൗണ്ട് വേവ്സ് ഐഡൻറ്റിക്കൽ വിത്ത് ദോസ് which were collected by the microphone. അപ്പോൾ മൈക്രോഫോൺ സ്വീകരിച്ച അതേ സൗണ്ട് തന്നെ അതേ രീതിയിൽ തന്നെ റീപ്രൊഡ്യൂസ് ചെയ്യുന്ന സംവിധാനം, അതാണ് ലൗഡ് സ്പീക്കർ. ഇൻ എസെൻഷ്യൽ ഡീറ്റെയിൽസ്, അത് നമ്മൾ വിശദമായിട്ട് പറയുകയാണെങ്കിൽ, ഇൻ എസെൻഷ്യൽ ഡീറ്റെയിൽസ് എ മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കർ resembles a moving coil microphone except that its diaphragm is much larger. ഇപ്പോൾ ഡയഫ്രം ലാർജർ എന്നുള്ളതിൽ കവിഞ്ഞ് വലിയ വ്യത്യാസം ഈ മൂവിങ് കോയിൽ മൈക്രോഫോണുമായിട്ട് ലൗഡ് സ്പീക്കർ ഇല്ല. ആസ് ഷോൺ ദി ഫിഗർ, ദി മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കർ കൺസിസ്റ്റ് ഓഫ് എ വെരി ലാർജ് ഡയഫ്രം മെയ്ഡ് അപ്പ് ഓഫ് സ്റ്റിഫ് പേപ്പർ, കട്ടിയുള്ള പേപ്പർ കൊണ്ടാണ് നിർമ്മിക്കുന്നത്. ഓർ ആൻ അലൂമിനിയം അലോയ്, അലൂമിനിയം അലോയുമാകാം. ആൻഡ് ഈസ് മൗണ്ടഡ് ഓൺ എ ലാർജ് സൈസ് ബാഫിൾ ബോർഡ്. ബാഫിൾ എന്ന് പറഞ്ഞാൽ മെറ്റൽ ഷീറ്റാണ്, ഒരു മെറ്റൽ ഷീറ്റ് ബോർഡിലാണ് ഇത് ഫിക്സ് ചെയ്യുന്നത്. ഇത് ഫ്രണ്ട് പാർട്ട് ഓഫ് ദി കോണിക്കൽ diaphragm
The front part of the conical diaphragm emits compression waves at the same time as the rear part emits rarefaction. അപ്പോൾ റിയർ പാർട്ട് ഡയഫ്രം റിയർ പാർട്ട് റീഫ്രാക്ഷൻ കൺവെർട്ട് ചെയ്യുമ്പോൾ ഈ പിന്നെ ഫ്രണ്ട് പാർട്ട് കംപ്രഷൻ കൺവെർട്ട് ചെയ്യും. ദീസ് ടു ഷുഡ് നോട്ട് ബി അലൗഡ് ടു മിക്സ് അപ്പ്. ഇവ രണ്ട് മിക്സ് അപ്പ് ചെയ്യാൻ പാടില്ല. അതർവൈസ് ദേ വിൽ ക്യാൻസൽ ഔട്ട്. മിക്സ് അപ്പ് ചെയ്താൽ അത് ക്യാൻസൽ ആയി പോകും. ഈ സൗണ്ട് വേവ്സ് each other. Hence, a baffle board is very necessary to prevent compression from the front uniting with the rarefaction in the rear. അപ്പോൾ ഇത് കംപ്രഷനും റെറിഫാക്ഷനും മിക്സപ്പ് ചെയ്യാൻ പാടില്ല. അതിനു വേണ്ടിയാണ് നമ്മൾ ആ ബാഫിൾ എന്ന് പറയുന്ന സാധനം മുകളിൽ വെച്ചിരിക്കുന്നത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ കംപ്രഷനോ റെറിഫാക്ഷനോ മിക്സപ്പ് ചെയ്തില്ല. മിക്സപ്പ് ചെയ്താൽ നമുക്ക് സൗണ്ട് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പ്രയാസമായിരിക്കും. ദ മൂവിങ് കോയിൽ ഓൾസോ കോൾഡ് സ്പീച്ച് കോയിൽ. മൂവിങ് കോയിലിനെ വിളിക്കുന്ന പേരാണ് സ്പീച്ച് കോയിൽ. ആ കോയിൽ നമ്മൾ പടത്തിൽ കാണിച്ചിട്ടുണ്ട്. സ്പീച്ച് കോയിൽ ഈസ് വൗണ്ട്, ചുറ്റിയിരിക്കുന്നു. ഈസ് ബൗണ്ട് ഓൺ എ ലൈറ്റ് സിലിണ്ട്രിക്കൽ ഫോർമർ. ഒരു സിലിണ്ട്രിക്കൽ ഫോർമറിലാണ്, ഒരു കോറിലാണ് ഇത് ചുറ്റി വെച്ചിരിക്കുന്നത്. ആ സ്പീച്ച് കോയിൽ ആ ഈ എന്ന് പറയുന്ന നടുക്കുള്ള സ്ഥലത്താണ് ഇത് ചുറ്റി വെച്ചിരിക്കുന്നത്. ഓഫ് കാർഡ്ബോർഡ് വിച്ച് ഈസ് ഫേമിലി അറ്റാച്ച്ഡ് ടു ദ ഡയഫ്രം. ദ കോയിൽ ക്യാൻ മൂവ് ഇൻ ആൻഡ് ഔട്ട് parallel to its axis in the strong radial field of the electromagnet. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിലാണ് ഈ കോയിൽ മൂവ് ചെയ്യുന്നത്. When the amplified output from the മൈക്രോഫോണിൽ നിന്നാണ് സൗണ്ട് വരുന്നത്. മൈക്രോഫോൺ is passed through the coil. It is acted upon by mechanical force. The values are these values according to the strength of the varying current caused by it. Hence the speech coil performs an oscillatory motion and സ്പീച്ച് കോയിൽ ഓസിലേറ്ററി മോഷൻ ഉണ്ടാക്കും, സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും എന്ന് പറയുകയാണ്. പ്രൊഡ്യൂസിങ് സൗണ്ട്. സിൻസ് എ സിംഗിൾ ഡയഫ്രം കനോട്ട് ഗീവ് സാറ്റിസ്ഫാക്ടറി റെസ്പോൺസ്. അതൊരു പോയിന്റാണ്. ഒരു സിംഗിൾ ഡയഫ്രം ആണെങ്കിൽ നമുക്ക് സാറ്റിസ്ഫാക്ടറി ആയിട്ട് സൗണ്ട് കിട്ടത്തില്ല, റെസ്പോൺസ് ഉണ്ടാകത്തില്ല കറക്റ്റായിട്ട്. അതിന് നമ്മൾ രണ്ടെണ്ണം ഉപയോഗിക്കും. സിൻസ് എ സിംഗിൾ ഡയഫ്രം കനോട്ട് ഗീവ് സാറ്റിസ്ഫാക്ടറി റെസ്പോൺസ് ഫോർ both low and high frequencies, all better class of loudspeakers, നല്ല ഇനം ലൗഡ് സ്പീക്കർ എന്ത് ചെയ്യും? All better class of loudspeakers are fitted with 2 diaphragms. അപ്പോൾ ഈ ഒറ്റ ഒരു കോൺ മാത്രമേ ഉള്ളെങ്കിൽ, ഒറ്റ ഡയഫ്രം മാത്രമേ ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കുള്ള ക്ലാരിറ്റിയുള്ള സൗണ്ട് കിട്ടത്തില്ല. അതുകൊണ്ട് നല്ല വില കൂടിയ ഈ ലൗഡ് സ്പീക്കറിലൊക്കെ 2 കോണുകൾ ഫിറ്റ് ചെയ്യാറുണ്ട്. ആർ ഫിറ്റഡ് വിത്ത് 2 diaphragms. 2 diaphragms loosely coupled. 2 diaphragms loosely coupled to each other by a flexible collar. ഒരു കോളർ കൊണ്ട് അത് ഫിറ്റ് ചെയ്യും. 1 collar, ഒരു 2 കോളറിലാണ്. അപ്പോൾ 2 കോണുണ്ട്, അത് 2 കോളറിൽ ഫിറ്റ് ചെയ്യുന്നവരാണ്. ഒന്നിനെ വിളിക്കുന്നത് പറയുന്നത് 1 കോളർ. ഇറ്റ് ഈസ് കോൾഡ് വൂഫർ. ഒരിടത്തെ വൂഫർ എന്ന് പറയും. റീപ്രൊഡ്യൂസേഴ്സ് ലോ ഫ്രീക്വൻസി
ഫ്രീക്വൻസീസ്. ആ വലിയ കോൺ അത് ബൂഫർ എന്ന് പറയും. അത് ആ ലോ ഫ്രീക്വൻസീസ് സൗണ്ട് ഉണ്ടാക്കും. വേറാസ് ദി അതർ കോൾഡ് ദ ട്യൂറ്റർ. ട്യൂറ്റർ നമ്മൾ പറയുന്നത് ട്വിറ്റർ അല്ല. ട്വിറ്ററിൻ്റെ സ്പെല്ലിംഗ് ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫേസ്ബുക്ക് ട്വിറ്റർ എന്ന് പറയത്തില്ലേ, അത് TWI ആണ്. ഇവിടെ ട്യൂറ്റർ. ഇതിൽ നിന്നായിരിക്കും അവർ വാക്കുണ്ടാക്കിയിരിക്കുന്നത്. TWWTR. അതർ കോൺ which is called tutor, TWWTR, converts the high frequencies, whereas the other called tutor looks after the higher frequencies. Higher frequencies അത് നോക്കിക്കോളും. ലോ ഫ്രീക്വൻസി ബൂഫർ നോക്കിക്കോളും. അപ്പോൾ രണ്ട് കോലുണ്ട്. ഒന്നിനെ നമ്മൾ ബൂഫർ എന്ന് പറയും, മറ്റതിനെ നമ്മൾ ട്യൂട്ടർ എന്ന് പറയും. ബൂഫർ ലോ ഫ്രീക്വൻസി കൈകാര്യം ചെയ്യും, ട്യൂറ്റർ ഹൈ ഫ്രീക്വൻസി കൈകാര്യം ചെയ്യും. അതാ ലൗഡ് സ്പീക്കർ. ഇപ്പോൾ ലൗഡ് സ്പീക്കറുടെ പടം വരയ്ക്കാനായിട്ട് ഈസിയാന്ന് ഓർക്കുക. നിങ്ങൾ മൈക്രോഫോൺ മൂവിങ് കോയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഇതുമായിട്ട് വളരെ സാമ്യമുണ്ട്. ആ രണ്ട് കോണങ്ങൾ വരച്ച് കാണിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിന് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ദി കൺസ്ട്രക്ഷൻ ആൻഡ് ആക്ഷൻ ഓഫ് ലൗഡ് സ്പീക്കർ. അപ്പോൾ ഇനി നമ്മൾ ഒരു ട്രാൻസ്ഡ്യൂസർ കൂടി കൊണ്ട് നമ്മുടെ ഈ ചാപ്റ്റർ അവസാനിപ്പിക്കുകയാണ്. അതിന് നമ്മൾ ഫ്ലോ മീറ്റർ എന്ന് പറയും. ഫ്ലോ മീറ്റർ അതായത് ഒഴുക്ക്, ഒരു ട്യൂബിനകത്ത് കൂടി ഒഴുക്ക് എത്രമാത്രം ഉണ്ട് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളതാണ്. ഇത് ഈ കണ്ടക്റ്റിംഗ് സൊല്യൂഷൻ, ഒരു കണ്ടക്റ്റിംഗ് സൊല്യൂഷൻ പ്യൂർ വാട്ടർ പോലെയുള്ളൊന്നും നടക്കാൻ പറ്റത്തില്ല. ഒരു കണ്ടക്റ്റിംഗ് സൊല്യൂഷൻ, ഒരു മെറ്റാലിക് പാർട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു അയൺസ് ഒക്കെ ഉണ്ടെങ്കിൽ സൊല്യൂഷൻ കണ്ടക്റ്റിംഗ് ആണെങ്കിൽ അതിൻ്റെ ഫ്ലോ അത് എത്രമാത്രം ഒഴുകുന്നുണ്ട് ഒരു സെക്കൻഡിൽ, ഒരു മിനിറ്റിൽ, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഡിവൈസാണ് ഫ്ലോ മീറ്റർ. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം ഒരു ട്യൂബാണ്. ആ ട്യൂബിനകത്ത് കൂടിയാണ് ഈ ലിക്വിഡ് ഒഴുകുന്നത്, കണ്ടക്റ്റിംഗ് ലിക്വിഡ് ഒഴുകുന്നത്. അത് രണ്ട് പോൾ പീസിനിടയ്ക്ക് വെച്ചിരിക്കുകയാണ്. ആ ട്യൂബിൽ രണ്ട് ഇലക്ട്രോഡുകൾ താഴെ മുകളിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. MN ഇലക്ട്രോഡ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അത് പിന്നെ നമ്മളൊരു ടെർമിനലിലേക്ക് കണക്ട് ചെയ്യും. അവിടെ നമുക്ക് വോൾട്ടേജ് അളക്കാം. പ്രിൻസിപ്പിൾ അത്രയേ ഉള്ളൂ. ഏതെങ്കിലും കണ്ടക്ഷൻ ഉള്ള ഒരു ഫ്ലൂയിഡ് ഇതിനകത്തൊരു ഒഴുകുകയാണെങ്കിൽ അത് മാഗ്നറ്റിക് ഫീൽഡ് ഒഴുകുന്നത്. അപ്പോൾ കണ്ടക്ടറിലേക്ക് ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. നമുക്കറിയാമല്ലോ, ഒരു കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡ് മൂവ് ചെയ്താൽ ഈ മൂവിങ് കോയിൽ മാഗ്നറ്റ് എക്സ്പെരിമെൻ്റ് പ്രിൻസിപ്പിൾ, ഒരു കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡ് മൂവ് ചെയ്താൽ അതിലേക്ക് കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും എന്നുള്ള ഈ ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ പ്രവർത്തിക്കുന്നതാണ് ഈ സാധനം. അപ്പോൾ കൂടുതൽ ലിക്വിഡ് ഫ്ലോ ചെയ്താൽ വെലോസിറ്റി കൂടിയാൽ, കാര്യം ഇൻഡ്യൂസ് EMFന് BLV എന്നുള്ള ഇക്വേഷൻ ഉണ്ടല്ലോ, BLV മോഷണൽ EMF. അപ്പോൾ വെലോസിറ്റി കൂടിയാൽ കൂടുതൽ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. അപ്പോൾ കൂടുതൽ ലിക്വിഡ് ഫ്ലോ ചെയ്താൽ കൂടുതൽ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും. അങ്ങനെ കറണ്ട് നോക്കിയിട്ട് വോൾട്ടേജ് നോക്കിയിട്ട് നമുക്ക് എത്രമാത്രം ലിക്വിഡ് ഒഴുകുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കാം. അതാണ് ഫ്ലോ മീറ്റർ. ഈ ഫ്ലോ മീറ്റർ എന്ന് രണ്ട് ഭാഗമായിട്ട്, ഒറ്റ വാക്കായിട്ടല്ല, രണ്ട് വാക്കായിട്ടാണ് എഴുതുന്നത്. ലൗഡ് സ്പീക്കർ നമ്മൾ ഒറ്റ വാക്കായിട്ട് എഴുതുന്നത്. ഇവിടെ ഫ്ലോ മീറ്റർ പിന്നെ ഒറ്റ വാക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ഫ്ലോ മീറ്റർ രണ്ട് വാക്കായിട്ട് എഴുതാനും തെറ്റില്ല, ഒറ്റ വാക്കായിട്ട് എഴുതാം. ഇറ്റ് ഈസ് ഓൾസോ എ സെൽഫ് ജനറേറ്റിംഗ് ഇൻഡക്റ്റീവ് ട്രാൻസ്ഡ്യൂസർ ആൻഡ് ഈസ് പെർട്ടിക്കുലർ യൂസ്ഫുൾ വേർ ദി പൈപ്പ്സ് കനോട്ട് ബി ഓപ്പൺ ടു അറ്റ്മോസ്ഫിയർ. ഇപ്പോൾ പൈപ്പ് തുറക്കാതെ തന്നെ എത്രമാത്രം ഒഴുകുന്നുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ലിക്വിഡ്. ദാറ്റ് ഈസ് ഫോർ ഫ്ലോ മെഷർമെൻറ്റ് ഓഫ് ലിക്വിഡ്സ് വിച്ച് കണ്ടെയ്ൻ സസ്പെൻഡ് സോളിഡ്സ് സച്ച് ആസ് സ്യൂവേജ് ഓർ ഫീഡ് ടു പേപ്പർ മിൽസ് എക്സെട്ര. പേപ്പർ മിൽസിലൊക്കെയാണ് ഉപയോഗിക്കുന്നത്. സ്യൂവേജിൽ ടാങ്കിലൊക്കെ അല്ലെങ്കിൽ പൈപ്പിലൊക്കെ ഇത് ഉപയോഗിക്കാം. അതൊക്കെ കണ്ടക്റ്റിംഗ് ആയിരിക്കും. However, it should be remembered that it can measure the flow only those materials which are electrically conductive. അപ്പോൾ ഇലക്ട്രിക്കൽ കണ്ടക്റ്റീവ് ആയിട്ടുള്ള ഫ്ലോ മാത്രമേ നമുക്ക് ഇങ്ങനെ അളക്കാൻ പറ്റുള്ളൂ. മിക്കവാറും എല്ലാ ലിക്വിഡും സോൾട്ട് വാട്ടറൊക്കെ ആണല്ലോ, അത് കണ്ടക്റ്റിംഗ് ആണ്. പ്യൂർ വാട്ടർ മാത്രമേ അളക്കാൻ പറ്റാവുള്ളൂ. ആ ഷോണിന് ഫിഗർ നമ്മൾ കണ്ടതാണ്. ഇത് മീറ്റർ ഈസ് a small section of a pipe that is internally lined with an insulating material and electrodes, and as electrodes with their ends in flash with the insulation. അപ്പോൾ ആ ട്യൂബിൻ്റെ സൈഡിലാണ് ഇലക്ട്രോൺ
ഇലക്ട്രോഡ് വന്ന് നിൽക്കുന്നത് ഈ ലിക്വിഡ് ഒഴുകുമ്പോൾ കറണ്ട് ഇൻഡ്യൂസ് ചെയ്യും, ഇലക്ട്രോഡിലേക്ക് ആ കറണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതിൻ്റെ ആ മോഷണൽ ഇ എം എഫിൻ്റെ നമ്മൾ പ്ലസ് 2 ക്ലാസ്സിൽ പഠിച്ച ഇക്വേഷൻ കൂടി ഒന്ന് ഓർത്ത് കൊള്ളണം. മോഷണൽ ഇ എം എഫിൻ്റെ ഇക്വേഷൻ, when the liquid flows, it cuts the flux, magnetic flux, and hence an EMF is induced in it whose magnitude is given by the equation is BLV. ഇത് മോഷണൽ ഇ എഫിൻ്റെ ഇക്വേഷനാണ്. ഒരു കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡ് മൂവ് ചെയ്താൽ അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫ് ആണ് BLV എന്ന് പറയുന്നത്, ഈക്വൽ ടു BLV. ബി ആ മാഗ്നറ്റ് ഉണ്ടാക്കുന്ന ഫ്ലക്സ് ഡെൻസിറ്റി, ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ. ഇവിടെ ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ആണല്ലോ. അപ്പോൾ ആ പോൾ പീസിൻ്റെ അത്രയും നീളത്തിൽ പൈപ്പിൽ എന്തുമാത്രം ലിക്വിഡ് ഉണ്ട്, ആ പൈപ്പിൻ്റെ നീളം, പോൾ പീസിൻ്റെ അത്രയും നീളത്തിലുള്ള പൈപ്പ്, അതാണ് എല്ല്. ദി വെലോസിറ്റി ഫ്ലോ ആണ്. ഈസ് ഡയറക്ഷൻ ക്യാൻ ബി ഫൗണ്ട് യൂസിങ് ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. അപ്പോൾ ഇൻഡ്യൂസിങ് ഓഫ് റൈറ്റ് ഹാൻഡ് റൂൾ വെച്ച് കണ്ടുപിടിക്കാന്ന് പറയാൻ. ഹിയർ എൽ ഈസ് ദി ലെങ്ത് ഓഫ് ദി കണ്ടക്ടർ. ഇപ്പോൾ കണ്ടക്ടർ ഒരു സ്റ്റാർ ഇട്ടിട്ടുണ്ട്, അതിൻ്റെ മീനിങ് ഇത്രയുള്ളൂ. കണ്ടക്ടർ മീൻസ് ദ ലിക്വിഡ് ഫ്ലോ which has a length equal to that of pole piece. That is diameter mn of the pipe, b is the magnetic flux density, and v is the velocity of the fluid. Since B and L are constant, EMF proportional to V. Obviously, faster the rate of flow, greater the induced EMF is induced. അതായത് നമ്മൾ വേഗത്തിൽ ലിക്വിഡ് ഒഴുകുകയാണെങ്കിൽ കൂടുതൽ EMF ഇൻഡ്യൂസ് ചെയ്യും. അങ്ങനെ ഇൻഡ്യൂസ് EMFൻ്റെ അളവ് സ്മോളി അളന്നിട്ട് കണ്ടുപിടിച്ചിട്ട് നമുക്ക് റേറ്റ് ഓഫ് ഫ്ലോ, എത്രമാത്രം ഫ്ലോ ഉണ്ട് എന്ന് നമുക്ക് അളക്കാൻ പറ്റും. The electromagnetic flow meter has the advantage that its reading are unaffected by variance variations like viscosity, density, temperature, pressure, conductivity, etc. അപ്പോൾ സൊല്യൂഷൻ്റെ ഡെൻസിറ്റി അല്ലെങ്കിൽ ടെമ്പറേച്ചർ, കണ്ടക്ടിവിറ്റി, വിസ്കോസിറ്റി ഇതൊന്നും ഈ ഫ്ലോ മീറ്ററിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നതല്ല. മോറോവർ ഇറ്റ് കോസസ് നോ ഡ്രോപ്പ് ഇൻ ദ ഫ്ലൂയിഡ് പ്രഷർ. ഫ്ലൂയിഡ് പ്രഷറിന് യാതൊരു വ്യത്യാസം ഉണ്ടാകത്തില്ല. ഇപ്പോൾ നമ്മൾ വെഞ്ചോറിമീറ്ററൊക്കെ വെച്ച് ഫ്ലോ അളക്കാറുണ്ട്. വെഞ്ചോറിമീറ്റർ വെക്കുമ്പോൾ നമ്മൾ അഡീഷണൽ പൈപ്പ് വെക്കുകയാണ്, കൺസ്ട്രക്ഷൻ വെക്കുകയാണ്, അപ്പോൾ അവിടെ പ്രഷറിനെ ബാധിക്കാം. ഇവിടെ അങ്ങനെ ഇല്ല. ഹവർ ഇറ്റ് requires certain minimum flow velocity for correct reading. ഇപ്പോൾ ഒരു മിനിമം ഫ്ലോ വേണ്ടി വരും. മിനിമം ഫ്ലോ ഇല്ലെങ്കിൽ നമുക്ക് നടക്കാൻ പ്രയാസമായിരിക്കും. കാരണം കണ്ടക്ടർ മൂവ് ചെയ്താലേ ആ ലിക്വിഡ് മൂവ് ചെയ്താലേ നമുക്ക് ഈ EMF ഇൻഡ്യൂസ് ചെയ്യും. ഇപ്പോൾ ഒരു മിനിമം വെലോസിറ്റി വേണം എന്നൊരു കാര്യമുണ്ട്. ഓൾസോ ദി ഇലക്ട്രോഡ്സ് മസ്റ്റ് ബി ഓൾവേസ് കെപ്റ്റ് ക്ലീൻ, വിച്ച് ക്യാൻ sometime present a serious problem as in the case of sewage flow. അപ്പോൾ ഇത് അഴുക്ക് പിടിച്ച കണ്ടക്ടിവിറ്റിക്ക് ഒരു കുഴപ്പം ഇലക്ട്രോഡ് ഉണ്ടാകാം. അപ്പോൾ ഇലക്ട്രോഡ് എപ്പോഴും ക്ലീനായിട്ട് വെക്കണം. ഇലക്ട്രോഡ് ക്ലീൻ അല്ലെങ്കിൽ അവിടെ പിന്നെ അഴുക്ക് പിടിക്കും, സെഡിമെൻറ്റ്സ് ഒക്കെ പിടിച്ചിട്ട് നമുക്ക് ഈ കറണ്ടിൻ്റെ അളവ് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ക്ലീനാക്കി വെക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. With a diagram, explain a loudspeaker. With the diagram, explain the working of flow meter. And with this, our chapter on transducers is over. In the next class, we start instruments, electronic instruments. Measuring instrument, electronics measuring instruments, that will be start in the next class. Thank you very much.